കുണ്ടേരി നിവാസികളുടെ ആവശ്യങ്ങളെ മാനിച്ച് കുണ്ടേരി നാട്ടിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ അനുവദിച്ച ഹൈമാസ് ലൈറ്റിന് പല ന്യായങ്ങൾ പറഞ്ഞ് പഞ്ചായത്ത് അനുമതി നിഷേധിക്കുകയും എന്നാൽ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച ഹൈമാസ് ലൈറ്റിന് അനുമതി നൽകുകയും ചെയ്ത ചെറുപുഴ പഞ്ചായത്തിൻ്റെ തരംതാണ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കുണ്ടേരി യൂണിറ്റ് കമ്മിറ്റി ചൂട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു. DCC നിർവാഹക സമിതി അംഗം A. ബാലകൃഷ്ണൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജിജി കൊച്ചുപറമ്പിൽ, സാജു KJ, പ്രദേശ് P, സുരേന്ദ്രൻ P, പ്രസാദ്, ശശിധരൻ, സുമേഷ്, അമൽ P, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ പ്രണവ് തട്ടുമൽ, അരുൺ ആലയിൽ, പ്രണവ് കരാള, സന്ദീപ് MV, വൈഷ്ണവ് വിജയൻ എന്നിവർ സംസാരിച്ചു. ഈ അധികാരികൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഈ പ്രതിഷേധ പരിപാടി ഇനിയും സംഘടിപ്പിക്കും. അതുപോലെ തന്നെ മുഴുവൻ ആളുകളെയും ഈ പ്രതിഷേധ പരിപാടിയിൽ വന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും അഭിവാദം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് പ്രണവ്, വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സാജു, ശ്രീധരൻ ഉൾപ്പെടെയുള്ള കുണ്ടേരിയിലെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഈ രാത്രി സമയത്ത് ഇങ്ങനെ ഒരു സമരം ഇവിടെ സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം ബഹുമാന്യനായ നമ്മുടെ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ആസ്തിവികസന ഫണ്ടിൽ നിന്നും നല്ലവരായ ജനങ്ങൾ എല്ലാം മറന്നുകൊണ്ട്, രാഷ്ട്രീയം മറന്നുകൊണ്ട് ഈ വിവേചനത്തിനെതിരെ ഇവിടെ ഒരു വെളിച്ചം വന്നാൽ എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത്? ഈ ഒരു പ്രദേശം, ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശം, ഒരു ഹൈമാസ് ലൈറ്റ് വന്നാലുള്ള ഐശ്വര്യം എന്താണ് നിങ്ങൾ അതിനെ ഭയപ്പെടുന്നത്? CPM മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഈ പ്രദേശത്ത് മാർക്സിസ്റ്റ് പാർട്ടി അതിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമരം ഏറ്റവും ഉചിതമായിരിക്കുന്ന സമയത്താണ് നിങ്ങൾ നടത്തിയിരിക്കുന്നത്. ഈ സമരം ഏറ്റെടുത്ത കുണ്ടേരിയിലെ യൂത്ത് കോൺഗ്രസിനെയും അതിന് നേതൃത്വം കൊടുക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികൾ, ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെയുള്ള ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. ലൈറ്റുകൾ ഇനി ചെറുപുഴ പഞ്ചായത്തിലേക്ക് വേണ്ട എന്ന് പറയുകയും അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഈ പ്രതിഷേധ പരിപാടി നടക്കുന്ന ഈ കുണ്ടേരിയിലേക്ക് കിട്ടിയ ഹൈമാറ്റ്സ് ലൈറ്റിനും ഭരണാനുമതി നിഷേധിക്കുകയും പിന്നീട് ഇപ്പോൾ യാതൊരു മടിയുമില്ലാതെ യാതൊരു ഉളിപ്പുമില്ലാതെ പയ്യന്നൂർ അനുമതി നൽകിയിരിക്കുകയാണ്. നമ്മൾക്കറിയാം, ഒരു പഞ്ചായത്തിനകത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്യേണ്ട ഭരണത്തിലിരിക്കുന്ന ഭരണത്തലവനായ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്യേണ്ട ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയവും മാറ്റിവെച്ചുകൊണ്ട്, മറ്റെല്ലാ വൈരാഗ്യവും മാറ്റിവെച്ചുകൊണ്ട് താൻ ഭരിക്കുന്ന ആ പ്രവർത്തന മണ്ഡലത്തിലേക്ക്, താൻ ഭരിക്കുന്ന ആ പഞ്ചായത്തിലേക്ക് വികസനം കൊണ്ടുവരിക, ആ നാട്ടിലെ ജനങ്ങളെ സേവിക്കുക, ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് അവരെ ഉന്നതങ്ങളിലേക്ക് എത്തുകയാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഏതൊരാളും ചെയ്യേണ്ടത്. പക്ഷേ നമ്മുടെ ഈ ഒരു കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു, എൻ്റെ നാട്ടിലേക്ക് യാതൊരു വികസനവും വരണ്ട, എൻ്റെ നാട്ടിലേക്ക് യാതൊരുവിധ വെളിച്ചവും ആരും ഒന്നും കൊണ്ടുവരണ്ട എന്ന് പറയുന്ന ഒരു അല്പനായ പഞ്ചായത്ത് പ്രസിഡന്റായി ചെറുപുഴയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ മാഷ് മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ചെറുപുഴ പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത പഞ്ചായത്തായ പെരിങ്ങോം പഞ്ചായത്ത്, ആ പഞ്ചായത്ത് ഭരിക്കുന്നത് ഇന്ന് ഇടതുപക്ഷമാണ്. അവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഹൈമാറ്റ്സ് ലൈറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനത്തിന് അധ്യക്ഷനായി നിൽക്കുന്നത് പെരിങ്ങോത്ത പഞ്ചായത്ത് പ്രസിഡന്റാണ്. നേരെ ഒരു 2 കിലോമീറ്റർ മാറി പെരിങ്ങോം പഞ്ചായത്തിൽ നിന്നും ചെറുപുഴ പഞ്ചായത്തിലെത്തുമ്പോൾ അവിടെ കാണാം പഞ്ചായത്ത് പ്രസിഡന്റിന് മാത്രം എല്ലാ എല്ലാം രാഷ്ട്രീയ റോഡുകളും പഞ്ചായത്ത് റോഡുകളും എല്ലാം തകർന്നു പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ കർഷകർ, മലയോരത്തിൻ്റെ ജീവവായു എന്ന് പറയുന്നത് ചെറുപുഴയിലെ കർഷകരാണ്. ആ കർഷകരെ എങ്ങനെയൊക്കെ കടക്കണിയിലാക്കാം, ആ കർഷകരെ എങ്ങനെയെല്ലാം ആത്മഹത്യയിലെത്തിക്കാം എന്ന രീതിയിലുള്ള വലിയൊരു ഗവേഷണമാണ് ഇപ്പോൾ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവിടെ MP ആയി ഈ ഇടതുപക്ഷത്തിൻ്റെ കോട്ട തകർത്തുകൊണ്ട് ഡൽഹിയിലേക്ക് കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് കേവലം 40,000 മാത്രമാണ്. പിന്നീട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് ഈ കുണ്ടേരി പ്രദേശത്ത് ഒരു ആകെപ്പാട് ഇരുട്ടുമൂടി കിടക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. പക്ഷേ എങ്കിലും ഒരു ഹൈമാസ് ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയപ്പെടുന്ന 60ഓളം അല്ലെങ്കിൽ 80ഓളം വരുന്ന കുടുംബങ്ങൾക്ക് വെളിച്ചം കണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. അതുപോലും ഈ പ്രദേശത്തെ പൂർണ്ണമായിട്ട് അന്ധകാരത്തിലാക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. വരും ദിവസങ്ങളിലും ഈ സമരം ശക്തമായി ഏറ്റെടുത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വരികയും അതിനു വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നിങ്ങൾക്ക് ഒരുക്കി തരികയും ചെയ്യും എന്നുള്ളത് പറഞ്ഞുകൊണ്ട്
ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വന്നിരിക്കുന്നതിന് കാരണം എല്ലാവർക്കും അറിയുന്നതാണ്. ഈ കുണ്ടേരി എന്ന പ്രദേശത്തെ കാലങ്ങളായിട്ടുള്ള ഒരു ആവശ്യമാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഇരുട്ടകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മിനി ഹൈമാസ് ലൈറ്റ്. ഏറെ കാലത്തിന് ശേഷം പാർലമെന്റിന്റെ പ്രതിനിധിയായി നമ്മൾ തിരഞ്ഞെടുത്ത രാജ്മോഹൻ ഉണ്ണിത്താൻ MP അനുവദിച്ച മിനി ഹൈമാസ് ലൈറ്റ് ചെറുപുഴ പഞ്ചായത്തിന്റെ കഴിവുകെട്ട ഈ ഭരണസമിതി വികസനത്തിലും രാഷ്ട്രീയം മാത്രം കണ്ടുകൊണ്ട് ഈ പാവപ്പെട്ട ജനങ്ങളുടെ ഒരു വെളിച്ചം എന്ന നിലയിൽ ഒരു മിനി ഹൈമാസ് ലൈറ്റ് ഇവിടെ അനുവദിച്ചത് രാഷ്ട്രീയം മാത്രം മുൻനിർത്തിക്കൊണ്ട് അതിൻ്റെ ആദ്യം അനുമതി നൽകുകയും പിന്നീട് മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അത് ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടത്. അതിനെതിരെയുള്ള ഒരു ശക്തമായ പ്രതിഷേധമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഇത്രയും ചെറുപുഴ പഞ്ചായത്തിന്റെ ഇത്രയും കാലത്തോളം കണ്ട ഏറ്റവും കഴിവുകെട്ട ഒരു പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങളുമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും UDF-ഉം മുന്നോട്ട് വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നീ സമരത്തിൽ എത്തിച്ചേർന്ന എല്ലാവരെയും ഹൃദയത്തോളം അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. പരിപാടി അവസാനിക്കുകയാണ്. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.